റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്ക് മേൽ ചുമത്തിയ അധിക തീരുവ കുറയ്ക്കുന്നതിനെക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൂചന നൽകിയത് ഇന്ത്യ-യു.എസ് വ്യാപാര ബന്ധത്തിൽ പുതിയ പ്രതീക്ഷകൾക്ക് വഴിയൊരുക്കുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ട്രംപിന്റെ ഈ പ്രതികരണം. ഇന്ത്യക്ക് മേൽ ചുമത്തിയ 50% തീരുവ ഉടനടി ഉപേക്ഷിച്ചേക്കുമെന്നും എന്നാൽ 2-3 ആഴ്ചയ്ക്കുള്ളിൽ ഇത് വീണ്ടും പരിഗണിക്കേണ്ടി വന്നേക്കുമെന്നും അദ്ദേഹം ഫോക്സ് ന്യൂസിനോട് പറഞ്ഞു. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ആദ്യം 25%-വും പിന്നീട് 25%-വും അധിക തീരുവയാണ് യു.എസ് ഇന്ത്യക്ക് മേൽ ചുമത്തിയത്. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തിന് വലിയ വെല്ലുവിളിയായിരുന്നു. എന്നാൽ റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് മേൽ ഉടനടി പ്രതികാര നടപടി വേണ്ടെന്ന ട്രംപിന്റെ പുതിയ നിലപാട് ഇന്ത്യക്ക് ആശ്വാസകരമാണ്. ട്രംപിന്റെ ഈ നിലപാടിൽ യു.എസ് ഡെമോക്രാറ്റിക് പാനലിൽ നിന്ന് രൂക്ഷമായ വിമർശനം ഉയർന്നിട്ടുണ്ട്. ഇന്ത്യക്ക് മേൽ താരിഫ് ചുമത്തിയതുകൊണ്ട് പുടിനെ തടയാൻ കഴിയില്ലെന്ന് അവർ ചൂണ്ടിക്കാട്ടി. യുക്രൈൻ അധിനിവേശം അവസാനിപ്പിക്കാനാണ് ട്രംപ് ആഗ്രഹിക്കുന്നതെങ്കിൽ പുടിനെ ശിക്ഷിക്കുകയും യുക്രൈന് സൈനിക സഹായം നൽകുകയുമാണ് വേണ്ടതെന്നും ഡെമോക്രാറ്റിക് പാനൽ പ്രതികരിച്ചു. റഷ്യയിൽ നിന്നുള്ള എണ്ണയുടെ ഏറ്റവും വലിയ ഉപഭോക്താക്കൾ ഇന്ത്യയും ചൈനയുമാണ്. എന്നാൽ ഇന്ത്യക്കെതിരെ മാത്രം യു.എസ് നടപടി സ്വീകരിക്കുകയും ചൈനയോട് അത്തരം നടപടികൾ സ്വീകരിക്കാതിരിക്കുകയും ചെയ്തത് വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു. യു.എസ് നടപടിക്കെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പരോക്ഷ വിമർശനം ഉയർത്തിയിരുന്നു. സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് സ്വന്തം കഴിവിനെയും വിഭവങ്ങളെയും വിശ്വസിക്കണമെന്നും ഡോളറിനെയും പൗണ്ടിനെയും മാത്രം ആശ്രയിക്കേണ്ടതില്ലെന്നുമാണ്. യു.എസിന്റെ നടപടിക്ക് ശക്തമായ മറുപടി നൽകണമെന്ന ആവശ്യം ബി.ജെ.പിയിൽ ഉയർന്നിരുന്നു. പുടിനുമായുള്ള ട്രംപിന്റെ കൂടിക്കാഴ്ചയ്ക്ക് വലിയ പ്രാധാന്യമാണ് അന്താരാഷ്ട്ര സമൂഹം നൽകിയത്. അലാക്സിയിൽ നടന്ന ഈ കൂടിക്കാഴ്ചയിൽ യുക്രൈൻ റഷ്യ വെടിനിർത്തലിൽ നിർണായക തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഒരു അന്തിമ ധാരണയിലെത്താതെയാണ് ചർച്ച പിരിഞ്ഞത്. 3 മണിക്കൂറോളം നീണ്ട ചർച്ചയിൽ പല കാര്യങ്ങളിലും ധാരണയായതായി ട്രംപ് അറിയിച്ചിരുന്നു. കൂടുതൽ ചർച്ചകൾക്കായി ട്രംപിനെ റഷ്യയിലേക്ക് പുടിൻ ക്ഷണിക്കുകയും ചെയ്തു. 6 വർഷത്തിന് ശേഷമാണ് പുടിൻ ട്രംപ് നേരിട്ട് കാണുന്നത് എന്ന പ്രത്യേകതയും ഈ കൂടിക്കാഴ്ചയ്ക്കുണ്ടായിരുന്നു. ലോക രാജ്യങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിൽ ഈ കൂടിക്കാഴ്ച ഏറെ നിർണായകമാണ്. ചൈനയുമായി വർദ്ധിച്ചു വരുന്ന വ്യാപാര യുദ്ധം, മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ, ആണവ നിർവ്യാപനം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയിൽ കടന്നു വന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ട്രംപിന്റെ പുതിയ തീരുമാനം ഇന്ത്യക്ക് സാമ്പത്തികമായി വലിയ ആശ്വാസം നൽകുമെന്നാണ് കരുതുന്നത്. പ്രത്യേകിച്ചും അന്താരാഷ്ട്ര സാമ്പത്തിക രംഗം വിവിധ വെല്ലുവിളികൾ നേരിടുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാനുള്ള ഒരു അവസരമായി ഇതിനെ കാണാമോ എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. അതുപോലെ തന്നെ യു.എസിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഈ വിഷയത്തെ ചൊല്ലിയുള്ള ചർച്ചകൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്നും ഉറ്റുനോക്കേണ്ടതുണ്ട്. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വിമർശനങ്ങൾ ട്രംപിന്റെ തീരുമാനത്തെ സ്വാധീനിക്കുമോ എന്നതും നിർണായകമാണ്. അതേസമയം ട്രംപിന്റെ ഈ നീക്കം വെറും ഒരു രാഷ്ട്രീയ തന്ത്രമായിരിക്കുമോ എന്ന സംശയം ഉയരുന്നുണ്ട്. അടുത്ത പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള ഒരു നീക്കമാവാം ഇത്. ഇന്ത്യയുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നതിലൂടെ കൂടുതൽ രാജ്യങ്ങളുടെ പിന്തുണ നേടാനും അന്താരാഷ്ട്ര രംഗത്ത് തന്റെ സ്വാധീനം വർദ്ധിപ്പിക്കാനും ട്രംപ് ലക്ഷ്യമിടുന്നുണ്ടാവാം. നിലവിൽ ആഗോള എണ്ണ വിപണിയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ റഷ്യയുമായി സഹകരിക്കുന്ന രാജ്യങ്ങളോട് മൃദു സമീപനം സ്വീകരിക്കുന്നത് തങ്ങളുടെ താല്പര്യങ്ങൾക്കും ഗുണം ചെയ്യുമെന്ന് യു.എസ് കരുതുന്നുണ്ടാവാം. ട്രംപിന്റെ ഈ പ്രതികരണം ഇന്ത്യയിൽ മാത്രമല്ല അന്താരാഷ്ട്ര എണ്ണ വിപണിയിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ഇറക്കുമതി തീരുവ കുറയ്ക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി ചെലവ് ഗണ്യമായി കുറയും. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിക്ക് കൂടുതൽ കരുത്തു നൽകും. കൂടാതെ മറ്റു രാജ്യങ്ങളും റഷ്യയുമായി എണ്ണ ഇടപാടുകൾ നടത്താൻ കൂടുതൽ ധൈര്യം കാണിച്ചേക്കാം. എന്നാൽ ഇത് യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയുടെ നിലപാടുകൾക്ക് കൂടുതൽ പിന്തുണ നൽകുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വിമർശനങ്ങളുടെ കാതലും ഇതുതന്നെയാണ്. അലാസ്കയിൽ നടന്ന കൂടിക്കാഴ്ചയുടെ പൂർണ്ണ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും ട്രംപിന്റെയും പുടിന്റെയും ചർച്ചകൾ ലോക രാഷ്ട്രീയത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്നത് വളരെ പ്രധാനമാണ്. 6 വർഷങ്ങൾക്ക് ശേഷമുള്ള ഈ കൂടിക്കാഴ്ച ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള ഒരു ആദ്യ പടിയായിരിക്കും. അതുപോലെ ഇന്ത്യയുമായി വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള ട്രംപിന്റെ നിലപാട് കൂടുതൽ സൗഹൃദപരമായ സമീപനങ്ങളുടെ തുടക്കമാകുമോ എന്നതും കാത്തിരുന്ന് കാണേണ്ടതാണ്. മൊത്തത്തിൽ ഈ സംഭവ വികാസങ്ങൾ ഒരു പുതിയ ആഗോള രാഷ്ട്രീയ സമവാക്യത്തിന് വഴി തുറക്കുമോ എന്നുള്ള ചോദ്യം ഉയരുന്നു. ഇത് ഇന്ത്യക്ക് മാത്രമല്ല ലോക രാജ്യങ്ങൾക്കെല്ലാം ഒരുപോലെ നിർണായകമായേക്കാവുന്ന ഒരു ഘട്ടമാണ്.